ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വൈജേനെയാണ് കേട്ടോ. അപ്പം വൈജ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വന്നു. മുത്തശ്ശി പറഞ്ഞു, ദേ വൈജെ, നീ തന്നെയാണ് നിനക്കുള്ള നാശം വിതയ്ക്കുന്നതും കൊയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാന്ന്. ഇത് കേട്ടതും വൈജു പറഞ്ഞു, അമ്മയുടെ കൂടുതൽ ഉപദേശമൊന്നും എനിക്ക് വേണ്ട, അമ്മ കൂടുതൽ ഉപദേശിക്കുമൊന്നും വേണ്ട. അമ്മയുടെ ഉപദേശം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്, ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയാൻ വന്നതാ. അപ്പൊ പിന്നെ കുറച്ച് കാര്യങ്ങളങ്ങ് സംസാരിച്ചതേ ഉള്ളൂ, അതിനിങ്ങനെ ഉപദേശിച്ചിട്ട് കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആരും ഉപദേശിക്കുന്നതിനെ, നിന്നെ ഒന്നും ആർക്കും ഉപദേശിക്കാൻ പറ്റത്തില്ലടി, നിന്നെ ഒന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യവും ഇല്ലടി. അവള് വളർന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാലോടി. നീയേ 10-23 വർഷം മുമ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിർത്ത്. ഇനി ഇപ്പൊ 10-23 വർഷത്തെ കഥയും 22 വർഷത്തെ കഥയും ഒന്നും പറയണ്ട. കഴിഞ്ഞതല്ലേ അത് കഴിഞ്ഞ ചാപ്റ്റർ, അത് ക്ലോസ് ചെയ്തു. അതിന്റെ ഒരു പൊടി പോലും ഇല്ല. പിന്നെ എന്തിനാ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറയുന്നത്? അതുപോലെ തന്നെ ഇപ്പം ബാലചന്ദ്രനെ അന്വേഷിച്ച് വരാൻ ഒരു മകളെങ്കിലും ഉണ്ടെന്നൊക്കെ പറയാം. അതുപോലെ എന്നെ അന്വേഷിച്ച് വരാൻ മകളോ അവളുടെ അച്ഛനോ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട, ഞാൻ പോവുക. ഒന്ന് വന്നതേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോഴത്തേക്ക് ഉപദേശിച്ചിട്ട് അങ്ങ് മനുഷ്യനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈജി അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് പുറകോട്ട് തിരിഞ്ഞങ്ങ് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം, ഇവിടെ ആരും നോക്കാനൊന്നും ഇല്ലെന്ന്. ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം, ഞാൻ നോക്കുന്നവരാരും നല്ലതുപോലെ നോക്കൂലല്ലോ ഇവിടെ ഉള്ളവര് എന്നും കൂടെ പറഞ്ഞിട്ടാണ് വൈജി അങ്ങ് ഇറങ്ങി പോയത്. അതായത് അമ്മയോട് സ്നേഹമല്ല, ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ല, ഞാൻ ഇടയ്ക്ക് വരാം. അമ്മയുടെ ആ ഒരു സ്നേഹവും കരുതലൊക്കെ നമ്മുടെ വൈജയ്ക്ക് ഉണ്ട്. ഏതായാലും അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി, ഇതെവിടെ ചെന്ന് അവസാനിക്കൂ എന്റെ ദൈവമേ, ഇനിയെങ്കിലും അവക്കൊരു നല്ല ബുദ്ധി കൊടുത്താൽ മതിയായിരുന്നു, ഇനിയെങ്കിലും അവിടെ പോകുമ്പോൾ അവളൊന്ന് അടങ്ങി ജീവിച്ചാൽ മതിയായിരുന്നു എന്റെ ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ തളയ്ക്ക് അത് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമില്ലല്ലോ. എന്താ പറയാ, ഈ കുഴിയിലേക്ക് കാല് നീട്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ മുത്തശ്ശി അങ്ങനത്തെ ഒരു പരുവത്തിലാ ഉള്ളത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും പറഞ്ഞു ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ കളവി പറയുന്ന ആരെങ്കിലും കേൾക്കുവോ എന്നാ ഒരു ഇതും പുള്ളിക്കാരിക്കും ഉണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്ര മേനോനെയും അതുപോലെ തന്നെ നമ്മുടെ അലീനയാണ്. അപ്പൊ അലീനയും ബാലചന്ദ്ര മേനോനും ഇങ്ങനെ പോവുകയാണല്ലോ. ഡ്രൈവ് ചെയ്യുന്നത് ബാലചന്ദ്രനാണ്. പിന്നെ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും അലീന ചോദിച്ചു, എന്താ അച്ഛന് ഇവിടെ വണ്ടി നിർത്തിയത്, ഇനിയിപ്പോ കുറച്ച് ദൂരമേ ഉള്ളോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, കുറച്ച് ദൂരം അല്ല മോളെ, കുറച്ചധികം ദൂരം ഉണ്ട്, ഞാനേ ഒന്ന് വെറുതെ വണ്ടി നിർത്തിയതാ. എന്താ അച്ഛൻ മടുത്തു അച്ഛാ? അല്ല, ഇത്രയും നേരമായിട്ട് ഡ്രൈവ് ചെയ്യുമല്ലേ, അച്ഛൻ തന്നെയല്ലേ ഡ്രൈവ് ചെയ്യുന്നത്? ഒരു കണക്കിന് മടുത്തു മോളെ, സത്യം പറയുവാണ്, ഒരു ക്ഷീണമേ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഡോറൊക്കെ തുറന്ന് അങ്ങ് നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി, അലീനയും പുറകെ ഇറങ്ങി. അലീന ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പതുക്കെ വന്നിട്ട് ചോദിക്കുകയാണ്, അതെ അലീനെ, നിനക്ക് സ്റ്റാൻലി ജോസഫിനെ അറിയുമോന്ന്? അപ്പം അലീന ഒരു സ്റ്റാൻലി ജോസഫ് എവിടെയോ കേട്ട് മറന്നൊരു പേര് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അറിയത്തൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഈ സ്റ്റാൻലി ജോസഫാണ് ഗംഗാധര മേനോൻ ജോലി ചെയ്തില്ലേ, അവിടുത്തെ ഒരു കേണലായിരുന്നു ഈ സ്റ്റാൻലി ജോസഫ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതിനിപ്പോ എന്താ വെച്ചാ, അതുപോലെ ഒത്തിരി പേര് അങ്ങനെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പം അങ്കിളിന്റെ കീഴിലൊക്കെ ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും മേലുദ്യോഗസ്ഥനായിട്ടും കീഴുദ്യോഗസ്ഥനായിട്ടും ഒക്കെ. അതിനിപ്പോ എന്താ വെച്ചാന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതിന് കാര്യമുണ്ട് മോളെ. ഈ സ്റ്റാൻലി ജോസഫ് അവിടെ ഗംഗാധര മേനോന്റെ കൂടെ ജോലി ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, ഓഫീസർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സമയത്താണ് വൈജ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാലതി ഏട്ടത്തിനെ നോക്കാനായിട്ട് പോയതും. ആ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ, പറഞ്ഞായിരുന്നു. അവിടെ ആഗ്രയിൽ വെച്ച് ഈ പറയുന്ന വൈജയ്ക്ക് ഒരു ജോലി കിട്ടി, ഒരു ടീച്ചറായിട്ട്. അത് മേടിച്ചു കൊടുത്തത് ഈ സ്റ്റാൻലി ജോസഫാണ്. സ്റ്റാൻലി ജോസഫോ? അപ്പൊ അയാള് നല്ല പിടിബലം ഉള്ള ആളായിരിക്കുമല്ലോ, അവിടെ ഒരു ജോലി മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ, പട്ടാളക്കാരല്ലേ, അവിടെ ഇച്ചിരി പിടിബലം കൂടും. കേണലൊക്കെ ആകുമ്പോഴത്തേക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെയും ഉണ്ട് കഥ മോളെ, തീർന്നിട്ടില്ല. ഈ വൈജയ്ക്ക് സ്റ്റാൻലി ജോസഫ് അവിടെ ജോലി മേടിച്ചു കൊടുക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? അതിന് കാരണമുണ്ട്. ഈ വൈജയ്ക്ക് ഒരു ലവർ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാലോ, 10-23 വർഷം മുമ്പ്. ആ ലവറാണ് അവക്കവിടെ ജോലി മേടിച്ചു കൊടുത്തത്. എന്തിനാണെന്നറിയാമോ? അവളെ അവിടെ പിടിച്ചു നിർത്താനായിട്ട്.
മാലതിയടുത്തിയും അതുപോലെ ഗംഗാധര മേനോനും അവിടെ നിന്ന് റിട്ടയർഡായി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സ്ഥിരമായിട്ട് നിർത്തണം വൈജയെ. അതുകൊണ്ട് റിട്ടയർഡ് ആയാണോ ട്രാൻസ്ഫർ ആയാണോ പോയി കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥിരമായിട്ട് വൈജയനെ നിർത്തണമെങ്കിൽ അവർക്ക് ആഗ്രയിൽ ഒരു ജോലി വേണം. അതുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റാൻലി ജോസഫ് ഒരു ജോലി മേടിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, അവര് ലിവിങ് ടുഗദർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് സ്റ്റാൻലി ജോസഫ് എന്നോട് പറഞ്ഞതെന്ന്. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം അലീനയ്ക്ക് ഐഡിയ ഒക്കെ കിട്ടിയിട്ടോ. കാരണം തന്റെ അച്ഛനാണ് സ്റ്റാൻലി ജോസഫ്, വൈജയുടെ മുൻ കാമുകനാണെങ്കിൽ തന്റെ അച്ഛനായിരിക്കുമല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന ചോദിച്ചു, അല്ല സ്റ്റാൻലി ജോസഫ് അച്ഛനോട് പറഞ്ഞെന്നോ? അതെങ്ങനെ അതെങ്ങനെ സ്റ്റാൻലി ജോസഫ് അച്ഛനോട് പറഞ്ഞു? അല്ല മോളെ, നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന്. മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഈ സ്റ്റാൻലി ജോസഫിന്റെ കുഞ്ഞിനെ പൂർണ്ണ ഗർഭം ധരിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ വൈജ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതും വെറുതെ പോകുന്നതല്ല, എല്ലാവരും കൂടി അവളെ തട്ടിക്കൊണ്ട് പോകുന്നത്. ആരും അറിയാതെ, സ്റ്റാൻലി അറിയാതെ പ്രത്യേകിച്ച് അവളെ ഒരു എന്താ പറയുക, ഒരു ദിവസം പെട്ടെന്ന് സ്റ്റാൻലി ഇല്ലാത്ത ദിവസം നോക്കി അവളെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ട് വരുമായിരുന്നു. ആരോ ഒറ്റിക്കൊടുത്തതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഈ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന്. ഈ സ്റ്റാൻലി ജോസഫ് അല്ലേ അപ്പം എന്റെ യഥാർത്ഥ അച്ഛൻ എന്ന്. അപ്പോഴത്തേക്കും അലീനയല്ല ബാലചന്ദ്രൻ പറഞ്ഞു, ഷുവർ, മോള് പറഞ്ഞത് ശരിയാണ്, എന്റെ യഥാർത്ഥ അച്ഛനാണ് ഈ സ്റ്റാൻലി ജോസഫ്. ഈ സ്റ്റാൻലി ജോസഫ് വൈജയും തമ്മിലുള്ള പ്രണയബന്ധത്തിന്റെ ഒരു എന്താ പറയുക, ഒരു തെളിവല്ലെങ്കിൽ ഒരു അവശേഷിപ്പാണ് മോളെ നീ എന്ന്. വല്ലാതെ നമ്മുടെ അലീന അവിടെ ഒന്ന് വെട്ടി വേർക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സ്റ്റാൻലി ജോസഫിനെ അച്ഛൻ വന്ന് കണ്ടോ? അല്ല സ്റ്റാൻലി ജോസഫ് അച്ഛനെ വന്ന് കണ്ടോ എന്നൊക്കെ വീണ്ടും എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കുക അലീന. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ സ്റ്റാൻലി ജോസഫിനെ ഞാൻ കണ്ടു, സ്റ്റാൻലി ജോസഫ് എന്നെയും കണ്ടു, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം, അല്ല ഈ തട്ടിക്കൊണ്ട് പോരുന്ന സമയത്ത് ഈ പറയുന്ന സ്റ്റാൻലി ജോസഫിന് ഇവിടെ ഒന്ന് വന്ന് അന്വേഷിക്കത്തില്ലായിരുന്നോ? അമ്മ എവിടെയാണെന്ന് ഒന്ന്, മേഡം എവിടെയാണെന്നൊന്ന് അന്വേഷിക്കത്തില്ലായിരുന്നോ? അന്ന് ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലായിരുന്നോ അച്ഛാ? അപ്പം ഫോണൊന്ന് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പം, അന്ന് അവരുടെ കോണ്ടാക്ട്സ് മുഴുവൻ കട്ട് ചെയ്ത് കളയുക ചെയ്തത്. അത്രയ്ക്കും വലിയൊരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. അന്ന് വൈജയെ വേറെ എങ്ങോട്ടോ മാറ്റുകയും സ്റ്റാൻലി ജോസഫിനെ എന്തോ ആക്സിഡന്റിൽ പെടുത്തി ഒരു 3-4 മാസത്തോളം കോമ സ്റ്റേജിൽ കിടക്കുകയും ഒക്കെ ആയിരുന്നു ചെയ്തത് എന്ന്. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും എന്റെ പൊന്നോ, അലീനയുടെ പിടിയങ്ങ് വിട്ടുപോവാ. അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അച്ഛൻ വിളിച്ചു പറയുന്നതൊക്കെ സത്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛ. അച്ഛ എന്താ അച്ഛ ഇത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ പറയുന്നതെല്ലാം സത്യമായ കാര്യമാണ് മോളെ, ഞാന് ഒന്ന് കള്ളമല്ല പറയുന്നത്. ഈ സ്റ്റാൻലി ജോസഫ് ആണ് നിന്റെ അച്ഛൻ. സ്റ്റാൻലി ജോസഫും അതുപോലെ തന്നെ വൈജയും ആണ് നീ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പിറക്കാൻ ഉത്തരവാദികളും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നീ അനാഥാലയത്തിൽ കഴിയാൻ കാരണക്കാരും ഒക്കെ അവരും അവരുടെ കുടുംബക്കാരും ഒക്കെയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ചോദിച്ചു, അല്ല അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ട് എന്തു പറഞ്ഞു? അപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ എല്ലാം പറഞ്ഞു. നിങ്ങൾ ഒരിക്കൽ പ്രേമിക്കുകയും കൂടെ പാർപ്പിക്കുകയും പിന്നീട് വിട്ട് കളയുകയും ചെയ്ത പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ആ അധഭാഗ്യവാൻ ഞാനാണെന്നും, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ജനിപ്പിച്ച മകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് ഞാനാണെന്നും, അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയുന്നത് വെറുതെയല്ല. അച്ഛൻ ഇതൊക്കെ പറഞ്ഞോ? പിന്നെ പറയാതെ എല്ലാം അറിയണ്ടേ? ഈ ജന്മത്തില് അല്ലേ എല്ലാം പറയാനും അറിയാനും ഒക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ ഇനിയിപ്പം അടുത്ത ജന്മത്തിൽ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയണം. അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ സ്റ്റാൻലി ജോസഫ് ഇല്ലേ, ആരാണെന്ന് നിനക്ക് ഇപ്പൊ പൂർണ്ണമായിട്ടും മനസ്സിലായി കാണൂലോ. നിന്റെ അച്ഛനാണെന്ന്. എനിക്ക് മനസ്സിലായി അച്ഛാ, എനിക്കെല്ലാം മനസ്സിലായി. ആ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സ്റ്റാൻലി ജോസഫ് എന്റെ അച്ഛനല്ല, എന്റെ അച്ഛൻ ഇത് തന്നെയാ. പക്ഷെ ആ സ്റ്റാൻലി ജോസഫ് എന്റെ പപ്പയാ അല്ലേ? അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, വേറൊന്നുകൂടി നീ അറിയാനുണ്ട്. ആ സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പം പോകാൻ പോകുന്നതെന്ന്. അതോടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അലീന വീണ്ടും ഒന്ന് വിതുമ്പുവാണ് കേട്ടോ. വീണ്ടും വിതുമ്പി കണ്ണൊക്കെ നിറഞ്ഞ് എന്താ പറയാ, ഒരുമാതിരി അങ്ങ് വശം കെട്ടുപോയി അലീന. എന്താ പറയാ, വിളറി വെളുത്ത് ഒരു അവസ്ഥ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ കൊളുത്തുപുഴയിലെ ഒരു വീട്ടിലേക്കാ പോകുന്നതെന്ന്.
ആ വീട് അയാളുടെ വീടാണ്. ആ വീട്ടിലേക്കാ നിന്നെ ഏറ്റെടുക്കാന്ന് പറഞ്ഞേക്കുന്നത്. സെർവന്റ് ആയിട്ടല്ല ആ വീട്ടിലേക്ക് നിന്നെ ഏറ്റെടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ നിന്റെ പപ്പയായിട്ട്, അല്ലെങ്കിൽ പപ്പയുടെ മോളായിട്ട് തന്നെയാണ് നീ ഇനി അങ്ങോട്ടേക്ക് ജീവിക്കാൻ പോകുന്നത്, സ്റ്റാൻലി ജോസഫിന്റെ കൂടെ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വൈജയനെ കൊണ്ടുവിടാനായിട്ട് ബാഗും പെട്ടിയും കിടക്കയും എല്ലാം കൂടെ എടുത്ത് വെക്കുകയാണ് ആങ്ങളമാരും അതുപോലെ മനു ഒക്കെ ചേർന്നിട്ട്. ഈ സമയത്ത് നമ്മുടെ കമലയോട് യാത്ര പറയുക. അതെ കമലടുത്ത് ഞാൻ പോവാണ് കേട്ടോ. നീ യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട, നീ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. നീ അവിടെ ചെന്ന് എല്ലാം തിരിച്ചു പിടിക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന്. ഏതായാലും ഈ ഒരു സമയത്ത് ബാലചന്ദ്രനല്ല, ഗംഗാധരൻ പറഞ്ഞു, അതെ നിങ്ങള് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാതെ നീ അവിടെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്റെ മക്കളുണ്ട്, അവിടെ ചെന്ന് നീ നന്നായിട്ട് നിൽക്കാൻ നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഗംഗേട്ടൻ ഇപ്പോഴും എന്റെ മക്കളുടെയും അതുപോലെ തന്നെ ബാലചന്ദ്രന്റെ ഒക്കെ സൈഡിലല്ലേ എന്ന്. ഈ സമയത്ത് ശിവശങ്കരമേനൻ പറഞ്ഞു, അത് പിന്നെ മനു ഒരു കാര്യം ചെയ്യ, നീ ഈ പറയുന്ന ഒരു കാര്യം കേക്ക്, നീ വൈജയനെ കൊണ്ടുവിടാൻ നോക്ക്. നീ കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ ഞാനോ, അല്ല ഞാൻ എന്തിനാ കൊണ്ടുവിടുന്നത്, അല്ല നിങ്ങൾക്ക് കൊണ്ടുവിടാൻ പറ്റത്തില്ല, ഞാൻ ഓർത്ത് നിങ്ങളാ കൊണ്ടുവിടുന്നതെന്ന്. അത് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിനക്കിപ്പോ തിരക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, അത് പിന്നെ ഇവൻ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വരാൻ പാട് കാണുമല്ലോ, ഇവന് വേണ്ടപ്പെട്ട ആൾ അവിടെ ഇല്ലല്ലോ, പോയല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, എന്താ ആന്റി ഇത്, ആന്റീനെ കൊണ്ടുവിടുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ ഓർത്ത് ആങ്ങളമാര് കൊണ്ടുവിടുന്ന അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും മനു വന്നിട്ട് ഡ്രൈവർ സീറ്റിൽ പോയിരുന്നു. അപ്പം വൈജിക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു ഗംഗാധര മേനോൻ, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, എങ്ങനെയെങ്കിലും അവിടെ നീ പിടിച്ചു നിൽക്കാൻ നോക്കണം, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വൈജ മിണ്ടാതെ നിന്ന് കേട്ടു. അങ്ങനെ നമ്മുടെ ആരാ കമലകടത്തി പോയി ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. ഡോറൊക്കെ തുറന്നിട്ട് വൈജനെ അകത്തേക്ക് കയറ്റി വിട്ടു. എത്രയും പെട്ടെന്ന് വൈജ ഒന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. കമലയിടത്ത് അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് കയറ്റി വിട്ടിട്ട് കമല എന്റെ ഈശ്വരാന്നും പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് ആശ്വാസം വന്നിങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധര മേനോൻ പറഞ്ഞു, അതെ ഇനിയിപ്പൊ ടെൻഷനൊന്നും വേണ്ട, ഇനിയിപ്പം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകണമെങ്കിൽ ബാലചന്ദ്ര മേനോൻ തിരിച്ചു വരണം. അപ്പോഴത്തേക്ക് ശിവൻ ചോദിച്ചു, ഇനി എന്ത് ടെൻഷൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത്, എന്താ ഇതൊന്നും അറിയാതെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് അകത്തേക്ക് കയറി പോയി കേട്ടോ. ഏതായാലും വല്ലാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനയും ബാലചന്ദ്ര മേനോനുമാണ്. അപ്പൊ അലീന ഇങ്ങനെ നിൽക്കുന്നു, ബാലചന്ദ്ര മേനോൻ ഒരു കുപ്പി വെള്ളം കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് മുഖം ഇങ്ങനെ കഴിയിക്കുന്നു. അപ്പോഴത്തേക്കും ബാലചന്ദ്ര മേനോൻ ചോദിച്ചു, നീ എന്തിനാ മോളെ കരഞ്ഞത്, നിനക്ക് സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ലേ, ഒരമ്മ മാത്രമല്ല ഒരു അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന്, സ്റ്റാൻലി ജോസഫ് അല്ലെങ്കിൽ മറ്റൊരാള് നിന്റെ അച്ഛനായിരിക്കും, ഒരു ഭൂമിയിലും അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു കുഞ്ഞും പിറക്കത്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതല്ല അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ, അത് വേണമെങ്കിൽ അച്ഛൻ എന്നോട് പറയാറുന്നല്ലോ, ഒരു സൂചന പോലും അച്ഛൻ എനിക്ക് തന്നില്ലല്ലോ, അത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ, പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നീ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചു പോവുമായിരുന്നോ, ആ പേര് മാത്രം അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പറമോളെ, ആ പേര് കിട്ടിയിട്ട് അല്ല ഞാൻ ഇത്രയും അന്വേഷിച്ച് കണ്ടെത്തിയത്, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ സ്റ്റാൻലി ജോസഫ് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയത്. ദേ നിനക്ക് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ എന്നൊരു അവസ്ഥ വന്നപ്പം ഞാൻ നിന്റെ അച്ഛനെ തന്നെ പിടിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ അയാളെ കൊണ്ട് മകളെ സ്വീകരിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി തന്നില്ലേ, ഇതെല്ലാം ആർക്ക് വേണ്ടിയാ, നീ അനാഥയായി പോകരുതെന്ന് വിചാരിച്ചിട്ട് മാത്രം മോളെ ഞാൻ ഇതൊക്കെ ചെയ്തത്, നീ സന്തോഷവും സുരക്ഷിതവുമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതല്ലേ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്, വേറെ എന്താ ഞാൻ ചെയ്തു തരേണ്ടത്, അതും ഇത്രയൊക്കെ ചെയ്ത് തന്ന എന്നോട് നീ ഒരു നല്ല വാക്ക് പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ബാധ്യത, അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തിനാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്നെങ്കിലും ഒന്ന് ചിന്തിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, സോറി അച്ഛ, അതല്ല അച്ഛൻ എന്നോട് ഒന്ന് പറഞ്ഞില്ലല്ലോ, അച്ഛനെല്ലാം അറിയാഞ്ഞിട്ടും അതൊക്കെ ഇങ്ങനെ ഓർത്തപ്പോ എനിക്ക് സങ്കടം തോന്നിയതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അല്ല സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ പറഞ്ഞോ, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോകാം. അച്ഛൻ ഞാൻ സോറി പറഞ്ഞല്ലോ അച്ഛ, അച്ഛൻ ഇനി എന്റെ അത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അത് പിന്നെ മോളെ നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല, അത് മോള് മനസ്സിലാക്കണം, ഇപ്പൊ തന്നെ ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിനക്കൊരു ഞെട്ടലോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ, ചിലപ്പോ നീ എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഷോക്കായി പോകൂലോ, അല്ലെങ്കിൽ നിന്നെ അവിടെ എത്തിച്ചിട്ട് സ്റ്റാൻലി ജോസഫ് ഇതാണ് നിങ്ങളുടെ മകൾ,
അല്ലെങ്കിൽ പിന്നെ ഇതായി നിങ്ങളുടെ പാടായി എന്നൊക്കെ പറഞ്ഞ് എന്റെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തലയൊഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു ഇങ്ങോട്ട് വരായിരുന്നു. നിനക്ക് കാര്യങ്ങൾ ബോധ്യമാകാനും അതനുസരിച്ച് മനസ്സ് ഒരുക്കാൻ വേണ്ടി ഉള്ള സമയം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് നിന്റെ അച്ഛന് ഇപ്പൊ ഇതൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മുടെ അലീനെ കാർ ചെന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അലീന എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു നമ്മുടെ ബാലചന്ദ്രൻ, അല്ല നീ എന്താ ചിന്തിക്കുന്നത്? അത് പിന്നെ എന്റെ പപ്പയുടെ അടുത്തേക്കാണല്ലോ പോകുന്നതെന്ന് കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു പേടി പോലെ എനിക്ക് തോന്നുക. പേടിക്കണ്ട, സമാധാനിക്കല്ലേ വേണ്ടത്, സന്തോഷിക്കല്ലേ വേണ്ടത്. ഈ സമയം അതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല എനിക്ക് പേടിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ പോവാണ്, എന്റെ ജോലി നന്നായിട്ട് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയാണ് ഞാൻ ഇത്രയും നേരം ഓർത്തിരുന്നത്. ഇതിപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോവുക. അല്ല എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം മോളി പറയുന്നത്? അല്ല അച്ഛാ, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവൂലോ. ആ സ്റ്റാൻലി ജോസഫിന് അറിയോ ഞാൻ സ്വന്തം മകളാണെന്നും? അറിയാം, സ്റ്റാൻലി ജോസഫിന് സ്വന്തം മകളാണെന്ന് അറിയാം. ഞാനത് അറിയിച്ചു. അപ്പം അദ്ദേഹം അത് വിശ്വസിച്ചോ ഞാൻ സ്വന്തം മോളാണെന്ന്? വിശ്വസിച്ചത് കൊണ്ടാണല്ലോ നിന്നെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്. അപ്പൊ എല്ലാം കഴിഞ്ഞല്ലേ? അപ്പം അദ്ദേഹത്തിന് എന്നോട് സ്നേഹം ഉണ്ടാവുമല്ലേ? അപ്പം അദ്ദേഹം എന്നെ സ്നേഹിക്കുമായിരിക്കുമല്ലേ? അതോ വെറും ഒരു ഹൗസ് ഓണർ മാത്രം ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഒരു അച്ഛൻ മകളെ വേണ്ട പോലെ സ്നേഹിച്ചില്ലെങ്കിൽ ഓർത്ത് നോക്കിക്കേ, അത് സങ്കടാവൂല നമുക്ക്. എന്റെ അമ്മ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടിയില്ല. അപ്പൊ എന്റെ അച്ഛൻ്റെയും കൂടെ സ്നേഹം കിട്ടാതിരുന്നു കഴിഞ്ഞാല് ഞാൻ ആകെ തകർന്നു പോവില്ലേ? പിന്നെ ആ വീട്ടില് ഒരു മകളുടെ സ്ഥാനം എനിക്ക് കിട്ടുമോ? ഇതൊന്നും അറിയാതെ ആ വീട്ടിലേക്ക് ഞാന് എനിക്ക് പറ്റുന്നില്ല അച്ഛാ. എനിക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിൽ വിഷമം വരും. കാരണം എന്റെ സ്വന്തം പപ്പയല്ലേ. അപ്പൊ അത് തന്നില്ലെങ്കിൽ എനിക്ക് വിഷമം വരില്ലേ? സ്റ്റാൻലി ജോസഫിന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ അച്ഛാ? അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? അവർക്ക് എന്നെ കുറിച്ച് അറിയാമോ? അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ അംഗീകരിക്കുവോ? വീട്ടിൽ ഞാൻ ചെല്ലുന്നത് ഒരു ഊരാക്കുടുക്കിലേക്ക് ആയിരിക്കുവോ? ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നതും ആ വീട്ടിൽ താമസിക്കുന്നതും ഒക്കെ അവർക്ക് ഇഷ്ടമാകുമോ? പിന്നെയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഓരോ കുടുംബങ്ങൾ തകർന്നു പോകുമോ? ഞാൻ കാരണം ആ കുടുംബം നശിച്ചു പോകുമോ? അല്ലെങ്കിൽ കുടുംബ കലഹം ഉണ്ടാകുമോ? എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്താലും അച്ഛ ഞാൻ മുന്നോട്ടേക്കൊന്ന് പോകുക. ഒരു വീട്ടിൽ നിന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടു വരിക, അതച്ഛൻ അറിയാലോ. എന്നിട്ടിപ്പം അടുത്തടുത്തേക്ക് അതിനേക്കാൾ വലിയൊരു തീ കൊണ്ടാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ നീ കരയാതെ, ഞാൻ അതൊന്നും ചോദിച്ചില്ല. മനഃപൂർവ്വം തന്നെ ഞാൻ അതൊന്നും ചിന്തിക്കാത്തത്. വെറുതെ ചിന്തിച്ചു കൂട്ടി വേദനിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എന്റെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാന് ഒരു കാര്യം ചോദിച്ചുള്ളൂ, സ്റ്റാൻലിക്ക് ഒരു മകളുണ്ട്, വേണോ എന്ന്. അത് മാത്രം ചോദിക്കാനേ എനിക്ക് തോന്നിയുള്ളൂ. അയാള് മറുപടി പറയാൻ വേണ്ടി ഒരു 3-4 ദിവസം എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എന്റെ മകളെ വേണമെന്ന്. അല്ല, അച്ഛൻ അനുഭവിച്ച പോലെയുള്ള വിഷമങ്ങള് ഇനിയും അദ്ദേഹവും അനുഭവിക്കേണ്ടി വരില്ലേ? എല്ലാവരെയും ഫേസ് ചെയ്യേണ്ടി വരില്ലേ? ചിലപ്പോ വേണ്ടി വന്നേക്കും, അനുഭവിച്ചേക്കും. അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെ തീർക്കണ്ടേ? അയാളല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്? അയാളല്ലേ ഇതിന്റെ ഉത്തരവാദി? അതിന്റെ തിക്തഫലം ഞാൻ മാത്രം അനുഭവിച്ചാ പോരല്ലോ, അയാളും കൂടി അനുഭവിക്കണമല്ലോ. അല്ല, അച്ഛന് അദ്ദേഹത്തോടുള്ള ദേഷ്യമാണോ ഈ കാണിക്കുന്നത്? അയ്യേ, ദേഷ്യമോ? എനിക്ക് അയാളുടെ ദേഷ്യവും സ്നേഹവും ഒന്നുമില്ല മോളെ. ഒരു കാര്യം അയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നിന്നെ വിഷമിപ്പിക്കാൻ പാടില്ല, നിന്നെ പൊന്നുപോലെ നോക്കണമെന്ന്. അത് ഒന്നുകൂടി ഞാൻ പറയും. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അച്ഛ ഇത് ശരിയാകുമോ? ഇത് വല്ല നടപടിയുള്ള കേസാണോ എന്ന്. അപ്പോഴത്തേക്കും അലീനയുടെ കയ്യിലേക്ക് ഇങ്ങനെ ബാലചന്ദ്രനെ ചേർത്ത് പിടിച്ചിട്ട് കണ്ണടച്ചിട്ട് ശരിയാകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചു വിട്ടു. അപ്പം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരും. ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.